എന്റെ മകളെ മീനുകുട്ടാ, എന്തോ എപ്പോഴും മീനുകുട്ടിയല്ലേ നമുക്ക് ഒരുപാട് അറിവുകൾ ഇങ്ങനെ പകർന്നു തന്നോണ്ടിരിക്കുന്നത്. അതെ 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 ഇന്ന് ഒരു അറിവ് അങ്ങോട്ട് പകർന്നു തരട്ടെ. ആ എന്താ ഈ വർക്ക് നിയർ ഹോം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. IT പ്രൊഫഷണലുകൾക്കും മറ്റു ജീവനക്കാർക്കും ഒക്കെ ഓഫീസിൽ പോവാതെ തന്നെ വീടിനടുത്തുള്ള സൗകര്യപ്രദമായ സ്ഥലങ്ങളിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് വർക്ക് നിയർ ഹോം. ശരിയല്ലേ? ഉടനേട്ടാ, ഈ മീനൂട്ടി ആള് നിസ്സാരക്കാരിയല്ല. ആ. ഉം? സംസാരിക്കുന്ന ഒരു മൊബൈൽ എൻസൈക്ലോപീഡിയ ആണ് നമ്മുടെ. മോളല്ലേ, എന്റെ മോളല്ലേ, എങ്ങനെ അങ്ങനെ ആവാതിരിക്കും? ശ്ശോ, ഈ ആരാധകരുടെ ഒരു ശല്യം. അച്ഛന്റെ മോളല്ലേ, അച്ഛന്റെ. പിന്നെ എല്ലാ കാര്യത്തിലും അപ്ഡേറ്റ് ആണ്, എല്ലാ കാര്യത്തിലും. ആരാധകരെ ശാന്തരാവ്. അതെ, നിങ്ങൾ ശാന്തരായി കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, മീനൂട്ട വർക്ക് നിയർ ഹോമിനെ പറ്റിയിട്ടല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ അതിനെ പറ്റി കുറച്ച് കാര്യം എനിക്കും അറിയാം. ഓക്കെ, പറഞ്ഞു. പ്ലഗ് ആൻഡ് പ്ലേ മോഡലിലാണ് ഈ വർക്ക് നിയർ ഹോമിന്റെ ഒരു പ്രവർത്തന രീതി, ശരിയല്ലേ? പ്ലഗ് ആൻഡ് പ്ലേയോ? അതെന്താന്നൂടി പറയേ, മീനൂട്ടിക്ക് അറിയാമോ? എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. ആ. അതായത് ചേട്ടാ, നമ്മുടെ ഈ ഓഫീസിന് തുല്യമായിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ ഈ വർക്ക് നിയർ ഹോം പാർക്കിൽ ഉണ്ടാവും. അതായത് ഫുൾ ഫെസിലിറ്റി ലൈക്ക് ആൻ ഓഫീസ്. യെസ്. അതെ, ഹൈ സ്പീഡ് ഇന്റർനെറ്റ്, AC ക്യാബിൻ, മീറ്റിംഗ് റൂം, കോൺഫറൻസ് ഹാള്, കഫറ്റേറിയ, അങ്ങനെ ഒരു ഫുൾ സെറ്റപ്പ് കാണും വർക്ക് നിയർ ഹോമിൽ. റിമോട്ട് എംപ്ലോയീസ്, ഫ്രീലാൻസേഴ്സ്, സ്റ്റാർട്ടപ്സ്, പഠനത്തോടൊപ്പം ജോലി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കാരണം ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന ഫീമെയിൽ പ്രൊഫഷണലുകൾക്കും വർക്ക് നിയർ ഹോം വളരെ ഹെൽപ്ഫുൾ ആണ്. ആദ്യഘട്ടത്തിൽ വർക്ക് നിയർ ഹോമിന്റെ 10 സെന്ററുകളാണ് വരിക. ഇതിൽ ആദ്യത്തെ സെന്റർ നമ്മുടെ കൊല്ലത്ത് ഇപ്പൊ തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാക്കുക, പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾക്കാരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുക, അങ്ങനെ കേരളത്തെ ലോക നിലവാരമുള്ള ഒരു സ്കിൽ ഹബ്ബാക്കി മാറ്റുക എന്നാണ് വർക്ക് നിയർ ഹോമിന്റെ നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം. അപ്പൊ ചിലപ്പോ എനിക്ക് അവിടെ പോയി കമ്പോസ് ചെയ്യാനും പറ്റുമായിരിക്കും. അപ്പൊ MJ കഴിഞ്ഞ് എവിടേക്ക് പോയി പാട്ടൊക്കെ കമ്പോസ് ചെയ്യും. അതൊക്കെ കേൾക്കാൻ നമുക്കും പറ്റട്ടെ, അല്ലേ ചേച്ചി? അതെ. യെസ്. ഇനി ആരാ പാട്ട് പാടാൻ എത്തുന്നതെന്ന് അറിയാമോ? വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയി വന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ലൈറ്റ് ഒക്കെ ഇങ്ങനെ നോക്കി കാണുന്ന, വിസ്താരയിൽ കൃത്യമായി എല്ലാം തെളിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ഒരുപാട് സംസാരിക്കുന്ന നമ്മുടെ ആണ് എത്താൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. നോക്കിയോ ലൈറ്റ് എല്ലാം ഉണ്ടോ നോക്കിയോ? ദ്യുതിക്കുട്ടിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടല്ലോ. കമ്മണിക്കുട്ടിയുണ്ട്, ചേട്ടനും ഉണ്ട്. കിഷോർ ചന്ദ്രശേഖരൻ അവിടെ ഉണ്ടല്ലോ. ദിദിയുടെ പാട്ട് എങ്ങനെയുണ്ട്? ചന്ദ്രശേഖര അടിപൊളി. പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? പഠിപ്പിക്കാറില്ല, എന്നെ കേൾപ്പിക്കും. അപ്പൊ കറക്റ്റ് ചെയ്ത് കൊടുക്കും? ഇല്ല, ഞാൻ പിച്ചൗട്ട് പറഞ്ഞു കൊടുക്കും. പിച്ചൗട്ടൊക്കെ പറഞ്ഞു തരും. അങ്ങനെ പിച്ചൗട്ട് വരുമോ നമ്മുടെ കുഞ്ഞിന്? ഇല്ലല്ലോ. മീനുകൂടാ, എന്തോ നമ്മുടെ അമ്മുക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് വടയാണ്. വട ആണോ? ഉഴുന്നുവടയോ? ഉഴുന്നുവട ഭയങ്കര ഇഷ്ടം. പക്ഷേ വീട്ടിലുണ്ടാക്കി കൊടുക്കത്തില്ല. അയ്യോ, ചതി. അത് ചതി. അത് ചതി. പിന്നെ രാത്രി കഴിക്കാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും, പക്ഷെ അതുണ്ടാക്കി കൊടുക്കത്തില്ല. കൊടും ചതി. അതെന്താ ഇത് സത്യമാണോ ശരിക്കും? അതെന്തായിരിക്കും അമ്മ ഇത് ഉണ്ടാക്കാത്ത? അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ? ഇനി അറിയാം, എന്നിട്ടും വട ഉണ്ടാക്കാൻ ചിലപ്പോ അറിയില്ലായിരിക്കും, പക്ഷെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം. കുഞ്ഞിനെന്താ തരാത്തെ? ചപ്പാത്തി അറിയില്ല. ഇത് മാത്രല്ല മീനുക്കുട്ട, ചോറും സാമ്പാറും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടം. പക്ഷെ വീട്ടില് സാമ്പാർ ഉണ്ടാക്കി കൊടുക്കത്തില്ല. അതെന്താ? അതും തരത്തില്ലേ? ഇടയ്ക്ക് മാത്രം. വല്ലപ്പോഴും മാത്രം. ഇത് കണ്ടിട്ട് ദ്വിതിക്കുട്ടിയുടെ അമ്മ ദയവ് ചെയ്ത് യൂട്യൂബ് നോക്കി ഒരു വടയുടെ റെസിപ്പി പഠിക്കണം. സാമ്പാർ, പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറി, ഇത്ര പോരെ? ഇനി എന്തെങ്കിലും വേണോ? ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വേറൊന്നുമില്ല. ഇത്ര സാധനം ആകെ ബിരിയാണി ഇല്ല, ഇഷ്ടമല്ല. അതൊന്നും ഇഷ്ടമല്ല. വട, സാമ്പാർ, ചപ്പാത്തി, ചിക്കൻ. ചിക്കൻ കറിയിലെ ലെഗ് പീസ്. അപ്പൊ ഇന്ന് കുഞ്ഞു പാടാൻ പോകുന്ന പാട്ട് ഏതാ? ആറ്റുനോറ്റുണ്ടായിരുന്നു. അതാണല്ലോ അച്ഛനും അമ്മയ്ക്കും ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണിയാണല്ലോ ഇതാ നിൽക്കുന്നത്. അതെ. വേറെ ഒരു ഉണ്ണി ഇതായിരിക്കുന്നു. വേറെ ഒരു ചെറിയൊരു കുഞ്ഞുണ്ണി അവിടെ ഇരിക്കുന്നു. കുഞ്ഞമ്മണി കാണാനില്ല, ചെയർ പറഞ്ഞിട്ട്. അതെ, എന്തൊക്കെയാണ് പാട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ? ഫിലിം ശാന്തം, മ്യൂസിക്കും ലിറിക്സും കൈതപ്രം സാർ, വർഷം 2000, പാടിയത് KS ചിത്രാമ്മ. യെസ്. അപ്പൊ നമുക്കെന്നാ തുടങ്ങിയാലോ? അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സഹിക്കേ സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക് കാലത്തിനറ്റത്തു പോകാം സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക് കാലത്തിനറ്റത്തു പോകാം ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണന്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം ചോടുന്നു വെക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി ചോടുന്നു വെക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി കുട്ടി നൈസ് നൈസ് നൈസ്. കണ്ടോ ഇവിടെ ഏറ്റവും രസിച്ചിരുന്ന ആരാ? കമ്മണിക്കുട്ടിയാണോ? കൺമണിക്കുട്ടിയാണ് നമ്മുടെ കമ്മണിക്കുട്ടി. ആ. ഇങ്ങനെ കമ്മണിക്കുട്ടിയുടെ ഇടയ്ക്ക് നിന്ന് ഉറങ്ങിപ്പോവോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എണീക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്നെ നോക്കും. തലയാട്ടോ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു കൺമണിക്കുട്ടി? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ. ആ സൂപ്പറാ. സൂപ്പറാ. ആ. കൺമണിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഏയ്, ഇല്ല. ഒരു കുട്ടി doubt പറഞ്ഞാ ഇല്ല. പിന്നെ സംശയം സംശയമില്ല. ആ മാറോട് എന്ന് പാടിയില്ലേ, അങ്കിളത് ഭയങ്കര അതെ ഇഷ്ടമായിരുന്നു. അതെ അതെ. ഇങ്ങനെ ഇങ്ങനെ മാറോട് ചേർന്ന് ഇങ്ങനെ അല്ലേ. അപ്പൊ അവിടെ ഒരുപാട് സ്നേഹമുണ്ട്, സ്നേഹത്തിന്റെ പാലാഴിയുണ്ട് മീനുട്ടാ. ആഹാ, ദാറ്റ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ. പിന്നെ കൊഞ്ചുന്ന കിങ്ങിണി കെട്ടിത്തരാമമ്മ മോതിരം ഇട്ട് തരാന്ന് പാടിയില്ലേ, അത് കുറച്ചും കൂടെ ശ്രുതി ചേർത്ത് പാടിയ ഉം. നല്ല രസമായിരിക്കും. കൊഞ്ചുന്ന കിങ്ങിണി കെട്ടിത്തരാമമ്മ മോതിരമിട്ടു തരാം ആ. നാക്കത്തു തേനും നാക്കത്തു തേനും വയമ്പും തേച്ചമ്മ മാറോടു ചേർത്ത് ആ ഇത് ആ മാറോടുമാണ് അങ്കിളിന് ഏറ്റവും എനിക്കും ഇഷ്ടപ്പെട്ട അതെ. ഒരു ഭാഗം കേട്ടോ. ഞാനും അത് അതൊരു എഴുതി ജീവൻ ജീവനല്ലേ. ഞാനോട് എഴുതി ആ വെച്ചു. അതന്നെ, നമുക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല. അതെ, അതെ, അതെ. അതൊരു ജീവനാണ്. വീടോളം നീ തെളിഞ്ഞുണരുന്നു, അത് എങ്ങനെയാ? വീടോളം നീ തെളിഞ്ഞുണരുണ്ണി നാടോളം നീ വളരു ആ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മണ്ണോളം നീ ക്ഷമിക്കാൻ പഠിക്കുണ്ണി അമ്മയോളം നീ സഹിക്കേ ആ, അമ്മയെ പോലെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഞാനിവിടെ കാണുന്നത് അച്ഛനെ പോലെ ആരും ഇല്ല എന്നാണ്. കാരണം മോള് പാടുമ്പോഴത്തേക്ക് ഇങ്ങനെ കൂടെ പാടിക്കൊണ്ടിരിക്കുക, ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോ അക്ഷരവും ഓരോ വാക്കും ആ കുഞ്ഞ് പാടുന്നത് എങ്ങനെ എന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അതിൽ ആണ്ടിരിക്കുകയാണ്. അതാണ് അച്ഛനും അമ്മയെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സാമ്പാർ ഉണ്ടാക്കി തരും, ഓക്കെ, വട ഉണ്ടാക്കി തരും, വട ഉണ്ടാക്കി തരും, ചപ്പാത്തി, ചപ്പാത്തിയും ചിക്കൻ കാലും ഉണ്ടാക്കി ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഷെനില ഉണ്ടാക്കി കൊടുക്കൂലേ? ആ ഉണ്ടാക്കി കൊടുക്കും. കണ്ടോ? പക്കയാണ്. യെസ്. അപ്പൊ നമ്മുടെ വൈദ്യുതി കുട്ടി ഓ. നന്നായിരുന്നു കേട്ടോ. നല്ല സെലക്ഷൻ ആ പാട്ടിന്റെ കേട്ടോ. ചില ഭാഗങ്ങളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മാറോട് എന്നുള്ളത് വെരി ഗുഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ 6 വയസ്സുള്ളൊരു കുഞ്ഞ് എങ്ങനെയാണ് അത്രയും മനോഹരമായിട്ട് അതൊക്കെ അങ്ങനെ പാടണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. പല്ലവിയില് അമ്മ എന്ന് പാടുമ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ, അതെങ്ങനെയാ ദ്യുതിക്കുട്ടി? ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്മ എന്ന് പാടിയിട്ടില്ല ഇനി അടുത്ത എവിടെ? ആയിട്ട്. അമ്പോറ്റിക്കണ്ണന്റെ മുൻപിൽ അമ്മ ഓ, വെരി നൈസ് വെരി നൈസ്. അപ്പോൾ കുറേ നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ദ്യുതിക്കുട്ടി പാടിയതിൽ. എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി എന്ന് പാടിയതിൽ. ചില സ്ഥലത്ത് ഫ്ലാറ്റായി, ചില സ്ഥലത്ത് ഷാർപ്പായിട്ടുണ്ട്. ഈ തുണ്ടുപല്ലവിയുടെ അമ്മ കുമ്പിട്ട് കിട്ടിയ പുണ്യം എന്നുള്ളിടത്ത് നിർത്തിയ ഭാഗത്ത് കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടുകൊണ്ട് അമ്മ ഇരിക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ സമയത്ത് എപ്പോഴും അച്ഛനെ നോക്കുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഇങ്ങനെ കണ്ണാടിയുടെ സൈഡിൽ കൂടി ഇങ്ങനെ
അതുപോലെ ദേ, അതെ 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 ഇങ്ങനെ ആ സമയത്ത് അച്ഛനെ നോക്കിക്കൊണ്ടാണ് പാടിയത്. അപ്പം എന്തായാലും അത് ക്യൂട്ടായിരുന്നു കാണാൻ. പിന്നെ എനിക്ക് തോന്നിയത് സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാക്ക് കാലത്തിനറ്റത്ത് പോകാൻ, അവിടെയൊക്കെ കുറച്ച് പിച്ച്, ഷാർപ്പായി. ശ്രുതി. അതിനു മുമ്പ് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന പല്ലവി നിർത്തിയ ഭാഗം അമ്മ കുമ്പിട്ട് കിട്ടിയ പുണ്യാണ് ശ്രുതി ഔട്ടായി പോയത്. അമ്മ കുമ്പിട്ടു എന്ന് പറഞ്ഞ ഭാഗം വളരെ നന്നായിരുന്നു. ഞാൻ ആഹാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ കിട്ടിയ പിച്ചു പോയി പുണ്യം അപ്പുറത്ത്. flat ആയി പോയി. പിന്നെ ലാസ്റ്റ് പല്ലവിയിലെ കുളിരാം ആ ഒരു സംഗതി ഉണ്ടല്ലോ അവിടെ. കുളിരാം കുരുന്നാകുമുണ്ണി. ശ്രുതി. യെസ്, ഇപ്പൊ കറക്റ്റായി വന്നു. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സൂപ്പറായിട്ട് പാടി ജ്യോതിക്കുട്ടി. ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ അമ്മയും അച്ഛനൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഉണ്ടാക്കി തരും. അത് ശരിയാട്ടോ. അതെ, നന്നായിട്ട് പാടുന്തോറും കൂടുതൽ ഫുഡ് കിട്ടും. ഒരു നെടുവീർപ്പിടുക അവിടുന്ന്. അതെ അതെ, എന്തെങ്കിലും കിട്ടുമല്ലോ അത്. കുളിരാം കുരുന്നാകും എന്ന് പാടിയ ഭാഗം ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതൊന്നുകൂടെ പാടിത്തരുമോ? കുളിരാം കുരുന്നാകുമുണ്ണി. ആഹാ, ബ്യൂട്ടിഫുൾ. അതെ. എന്താ പറയാ, കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ദ്വിതികുട്ടിയുടെ ശബ്ദം മാറുന്നുണ്ട്, പാടുമ്പം ഉള്ള ഒരു മെച്യൂരിറ്റി വരുന്നുണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് നല്ല ഹാപ്പി ആവുന്നു. സ്വീറ്റ് സിംഗിങ് കേട്ടോ, ഭയങ്കര ക്യൂട്ട് സിംഗിങ് ദ്വിതികുട്ടിയുടെ. പിന്നെ ഫ്രാൻസ് ചേട്ടാ, അതെ, കിഡിലൻ, വയലിൻ പീസ്. സോ ബ്യൂട്ടിഫുൾ. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ MJ സർ മാർക്ക് പറയാൻ പോകുന്നത്? അതൊരു സുന്ദരി കുട്ടിയാ. ആണോ? അതെ, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അതാരാ സുന്ദരി? അടുത്തുള്ളത് ക്യൂട്ട് കുട്ടിയാ, ക്യൂട്ട്. ആരാ ഞാനല്ല. സുന്ദരി? അയ്യാ, അതാരാ അത്? ചോദിക്കാല്ലേ നമുക്ക്? ചോദിക്കാം. ആരാ? ആരാ മാം? കൺമണിക്കുട്ടി എത്രയായിരിക്കും മാർക്ക്? കൺമണി മാം. കൺമണിപ്പൂവേ. കണ്ണാടിപ്പൂവാ ഇത്. എത്രയാ മാർക്ക്? കൊടുക്ക്, മാർക്ക് കൊടുക്ക്. കൺമണി വേം പറ. അൻപോട് കാതലൻ. പോരട്ടെ. എനിക്ക് ഇപ്പൊ മാർക്കില് 96. ആ, നോ 96. അത് കുറവല്ലേ? ഇച്ചിരി കൂട്ടി. എനിക്കുള്ള മാർക്ക് 97. ആ, Okay. 97 out of 100 for Duty. അവൾ ഒന്ന് കുറച്ച് പറഞ്ഞു. കുറച്ച് പറഞ്ഞു. അതെന്താ, വഴക്ക് വല്ലതും ഉണ്ടാക്കിയായിരുന്നോ? ഇല്ല, പിന്നെന്തായിരിക്കും അങ്ങനെ? ആ, അറിയാതെ പറ്റിയതായിരിക്കും അല്ലേ? അതെ, അറിയാതെ ഇനി പറ്റിയ വട തിന്നാൻ പോവാണോ ദിദിക്കുട്ടി? ആയിരിക്കും. വടയും പിന്നെ ആയിരിക്കും. കൂടെ എന്താ? ചട്നിയും. ആ, വെള്ള കളർ. ശരി, ഞാൻ വേഗം പൊക്കോ. ടാറ്റാ. ടാറ്റാ. ബൈ. ബൈ. ആ, എന്താ അത്? ബ്ലാക്ക് കോഫി. ഞാൻ കുടിച്ചോ? അത് വേണമെങ്കിൽ കുടിച്ചോ, അത് വേണമെങ്കിൽ ഞാൻ കുടിച്ചോ. അതന്നെ ഞാൻ പറയാൻ പോയത്. അപ്പത്തേക്കിനെ ഇത് തടഞ്ഞില്ല. കഴിക്കല്ലോ, കുടിക്കല്ലേ. എന്തായാലും വയറ്റിലോട്ടല്ലേ ചെല്ലുന്നത്. എന്നെ ഒരു അമ്മുമ്മയാക്കരുത് കേട്ടോ. കണ്ണ് തെറ്റി അപ്പൊ അടി തുടങ്ങിക്കോളും. എന്തൊരു അച്ഛനും മോള്. ഇങ്ങനെ ഒറിജിനൽ, ബാക്കിയെല്ലാം ഫേക്ക്. നമുക്ക് പാട്ട് കേക്കാം മച്ചാ. റെഡി അല്ലേ? Ready. പാട്ട് കേൾക്കാൻ മച്ചാന്നോ? മച്ചതാ, ഞങ്ങൾ അതൊക്കെയാണ് മച്ച ബന്ധമാണ്. ഓക്കേ. സുപ്രഭാതം വരുന്നത്. അതെ, ഈ സന്ധ്യക്ക് നമുക്ക് സുപ്രഭാതമാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം അമൃത AM ഓൺ സ്റ്റേജ്. പച്ചപ്പാനന്ദത്തെ. ഇത് തത്ത പോലെ ഉണ്ടല്ലോ. ശരിക്കും പട്ട് പാവാട. അതെ. ഛോ, സുന്ദരി, താങ്ക് യു. സുഖായിരിക്കുന്നോ? സുഖം. ഓക്കെ. തിരുവനന്തപുരം എന്ത് പറയണ്? തിരുവനന്തപുരം നല്ലതായി. നല്ലതായി. മഴയും വെയിലും മഴയും മാറി മാറി വെയിലും വരികയാണ്. എല്ലാം ഉണ്ടല്ലേ. അതെ. നമ്മുടെ തിരുവനന്തപുരം അല്ലേ? നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം? എനിക്ക് കോവളം കോവളം. കോവളം ഏ, ബീച്ച്. ഒരു കോവളംകാരനിരിക്കുന്നു. ബീച്ച്. ദേ ഇരിക്കുന്നു. അനുപേട്ടനാ? അനുപേട്ടൻ. പിന്നെ ആണോ? അനൂപ് കോവളം എന്നല്ലേ അറിയപ്പെടുന്നത്. പേര്. ആ കോവളത്തിന് തന്നെ ഒരു പേര് വന്നു, അനുഭവമുണ്ട്. അതെ അതെ. ഏം എന്തോ ഇപ്പൊ PM ആണല്ലോ. അതെ, ഇപ്പൊ PM. അപ്പൊ ഈ PM ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? PM ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ശിവമല്ലിപ്പൂവേ. ആഹാ, ഓ, ദേഷ്യം പിടിച്ചാണോ പാടുന്നത്? നമ്മുടെ രാജ സാറിന്റെ പാട്ടാണ് അല്ലേ? അതെ. ലിറിക്സ് എഴുതുന്നത് ആര്? ലിറിക്സ് കൈതപ്രം സാർ. ആ. മ്യൂസിക് KS ചിത്രമ്മ. മ്യൂസിക്. മ്യൂസിക്കോ? അല്ല, പാടിയത്. പാടിയത് മ്യൂസിക് പാടിയത് ചിത്രമ്മ. ചിത്ര. പിന്നെ വർഷം 1999. Yes. സിനിമ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. Friends. We are friends. യെസ്, ഫ്രണ്ട്സ്. Yes. ഫ്രണ്ട്സ്. Friends. എന്നാ പാടാം. എന്നാ തുടങ്ങിയാലോ? Yes. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സൂപ്പർ സൂപ്പർ Super. താങ്ക് യു. മീനുകൂട്ടാ, എന്തോ ശരിക്കും എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓ. ഇത് നമ്മുടെ സുപ്രഭാതമാണോ? ഇത് സുപ്രഭാതം അല്ലേ? ആണ്. ഇതുവരെയുള്ള സുപ്രഭാതം അല്ല അല്ല. ഇന്നത്തെ സുപ്രഭാതം. വേറെ ലെവൽ ആള് സുപ്രഭാതം. സുപ്രഭാതം ആള് വേറെ ലെവൽ, താങ്ക് യു. എല്ലാത്തുക്കും മേലെ. താങ്ക് യു. വേറെ എന്തെങ്കിലും ബാധ കൂടി അസാധ്യമായിട്ട് പാടി കേട്ടോ, ചില ഏരിയ പ്രത്യേകിച്ചും. താങ്ക് യു. ആ ഇടങ്ങളൊക്കെ എന്തോ ഒരു രസമായിരുന്നു, ഇങ്ങനെ ഒഴുകിപ്പോയി, അലിഞ്ഞുപോയി. അതെ. ഞാനിവിടെ ഇല്ല ഇപ്പം, എവിടെ പോയി? അലിഞ്ഞങ്ങ് ഒഴുകിപ്പോയി. ഓ. തിരിച്ചു കൊണ്ടുവരട്ടാ? കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നേ. എൻ ദേവൻ എന്തറിയാം എന്ന് പാടിയപ്പോഴത്തേക്കും ഒരു മോഡുലേഷൻ പെട്ടെന്ന് കൊണ്ടുവന്നില്ലേ? Thank you. എൻ ദേവൻ എന്തിനിയും അല്ലേ? പരിഭവം ചൊല്ലു നീ. പിന്നെ എൻ നാഥൻ എന്നാഥൻ എന്തിനെയും മനമിതിൽ പരിഭവം. പരിഭവം. അത് that was great. താങ്ക് യു. ആ രണ്ട് ഇടങ്ങളാണ് ശരിക്ക് ഇതിലെ ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. Yes. താങ്ക് യു. Agreed. ബെസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. കന്മദം പൂക്കും യാമമായി. ആഹാ, വേണമെങ്കിൽ ശ്രുതി ഒരു സെമിറ്റോൺ കൂട്ടിയാൽ പോലും മോക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ലതാണ് അതെ. അല്ലേ? അത് കംഫർട്ടബിൾ ആയിരിക്കും. ശിവമല്ലിപ്പൂവേ ഇന്നെന്റെ കോപം, കുളിരോലും കാറ്റേ ഇനി എന്റെ മൗനം, കണിമാവിൻ കൊമ്പിൻ മേലേ അവിടെയൊക്കെ നന്നായിട്ട് സൗണ്ട് ചെയ്യുന്നു. കണിമാവിൻ കൊമ്പിൻ മേലേ കുടയോളം തിങ്കൾ പൂത്തു, കന്മദം പൂക്കും യാമമായി, മന്മഥൻ പാടും നേരമായി. സൂപ്പർ. ആ ശ്ശേ. ഇത് മേലോട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സൗണ്ട് ചെയ്യുന്നുണ്ട്. അതെ, അതെ. പിന്നെ ഒന്ന് രണ്ടിടത്ത് മൈക്രോ ശ്രുതി പാർവതി, പാലാഴി, അത് ചെറുതാണേ, ചെറുത്, വെറും ചെറുത്. പക്ഷെ എന്നാലും നമ്മളിവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അതൊക്കെ പറയണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ ക്യാപ്റ്റൻ? യെസ്, അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗങ്ങൾ. അത് മായ്ക്കാൻ പറ്റുന്നില്ല തലയിൽ, അതിങ്ങനെ റിങ് ചെയ്തോണ്ടിരിക്കുക. ആക്ച്വലി അനുപല്ലവിയിൽ അത് അത്ര ഭംഗിയിൽ പാടിയപ്പോ ചരണത്തിൽ ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ആ ഭാഗം എത്താൻ വേണ്ടിയിട്ട്. യു ഡിഡ് അമേസിംഗ് ആവുന്ന കുട്ടി. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ നനനനന എന്ന് വന്നിട്ട് അയ്യോ, അനുപല്ലവില് എന്റെ കുഞ്ഞിന് ഒരു നിമിഷം റെസ്റ്റ് എടുക്കാൻ സമയം rest ഇല്ല. കിട്ടിയില്ല. അതെ. അതെ, അത് ആക്ച്വലി തുടങ്ങുമ്പോ തന്നെ നേരെ അങ്ങൊരു അകാരം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്, എന്നിട്ടൊരു ഗ്യാപ്പ് വരുക അല്ലെ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി അമൃതക്കുട്ടി. Yes. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് അമൃതക്കുട്ടിയുടെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാ. നല്ല നല്ല പളുങ്ക് പോലത്തെ ശബ്ദം. ഓക്കെ, Okay. മിടുക്കിയാണ്. താങ്ക് All the യു. best. താങ്ക് യു. അമൃതക്കുട്ടി എന്തോ അമൃത് പോലെ ഉണ്ടായിരുന്നു ആ ശബ്ദവും കേട്ടോ. ആ. പിന്നെ അല്ലറ ചില്ലറ ശ്രുതി പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് പാലാഴിക്കരയിൽ അവിടെ കുറച്ച് ശ്രുതി പ്രശ്നം മൈന്യൂട്ടായിട്ട് ചില അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇംപ്രൂവ്മെന്റിന്റെ അത് കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ മുമ്പോട്ട് പോയിരിക്കുന്നു നമ്മുടെ സുപ്രഭാതം. താങ്ക് യു. അതൊന്ന് വായിക്കാമോ സുബിൻ? ഓ, ആഹാ, ഓ. സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും അമൃതക്കുട്ടി വളരെയധികം സന്തോഷമുണ്ട് ഈ ഇംപ്രൂവ്മെന്റ് കാണുമ്പോൾ, ഈ പ്രോഗ്രസ് കാണുമ്പോൾ. താങ്ക് യു. അപ്പൊ ഇതുപോലെ തന്നെ ഇനി മുമ്പോട്ട് ഗ്രാഫ് മുകളിലേക്ക് കയറി വരട്ടെ. ഓക്കെ, ഓക്കെ. വെരി ഗുഡ്. താങ്ക് യു. ആര് പറയണം മാർക്ക്? അരി ചേച്ചി. ഞാൻ തന്നെ മതിയോ? ആര് പറയണെങ്കിൽ ഒരു മാർക്ക് കുറച്ചേക്ക്. കുടഞ്ഞേട്ടൻ്റെ ഒരു മാർക്കും എന്റെ ഒരു മാർക്കും കുറയ്ക്കാം. ശത്രുക്കളായിരുന്നു നിങ്ങൾ, ഇരിക്കുന്ന കണ്ട പറയില്ലല്ലോ ഇങ്ങനെ. ഒരു മാർക്കല്ലേ കുറക്കുന്നു പറഞ്ഞ്? അതെ, ഞാൻ സമ്മതിക്കില്ല. ഇന്നൊരു അരമാർക്ക് കുറച്ചോ? അര കുറയ്ക്കാം. Agreed. ഓക്കെ. അപ്പൊ എത്ര മാർക്കാ? എത്രയാ? 100-ല് അര കുറഞ്ഞ 99. യെസ്, യു ആർ അവാർഡഡ് 99.5 ഔട്ട് ഓഫ് 100. ശിവമല്ലിപ്പൂവേ ഇന്നെന്റെ കോപം, ഞാൻ ഒടിയൻ, അങ്ങ് തേൻകുറിശ്ശിയിൽ നിന്നാണ് വരുന്നത്. ഒടിയന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒടിയൻ്റെ ഒരു പാട്ടുണ്ട്, അത് പാടാൻ ഞാൻ തേൻകുറിശ്ശിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓടി 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 ഓടിയൻ
എന്നാ Super ഒരു audience. ഒടിയനാന്നേ. എന്റെ അമ്മോ. ക്ഷീണിച്ചോടിയ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഉപ്പില്ലാത്ത കഞ്ഞിയാണ്. പഴങ്കഞ്ഞിയാവാം. ഞാൻ വിചാരിക്കരുത് ഡാഡി ഗിരിജയാണോ ഒടിയനാണോ. അത് മൈഡിയർ കുടിച്ചാത്തല്ലേ മറ്റേ ഇദ്ദേഹമാണോ കൊട്ടാരക്കര ശ്രീധരൻ നായർ. ഇപ്പൊ മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത് മധു, ആ. ഈ സിനിമയില് നെഞ്ചില് കാളക്കുളമ്പ് എന്ന് പറഞ്ഞിട്ട് ആ. അത് ഒടിയന്റെ ജീവിതത്തിലുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വരുന്ന സോങ് ആണ്. അപ്പൊ അത് എഴുതിയിരിക്കുന്നത് ഇതിന്റെ ഡയറക്ടർ ശ്രീകുമാർ ജിയുടെ മകളാണ്. ഓ ശരി. അപ്പൊ അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഒടിയൻ ഇങ്ങനെ പല കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന ഒരു സംഭവം, ഒടിയന്റെ ഇമോഷൻസ് അതൊക്കെ റിവീൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നപ്പോഴത്തേക്ക് അത് ഓർത്ത ആ പാട്ട് കമ്പോസ് ചെയ്ത് അതുപോലെ കൊണ്ടുവരാം എന്നുള്ള പാട്ട് അതൊക്കെ ഓർമ്മ വന്നു. അപ്പൊ ഒടിയൻ പറഞ്ഞ തേൻകുറിശ്ശിയിലെ പാട്ടുകാരിയായ ആ ഗായിക എനിക്ക് കാണണം. പോരട്ടെ തേൻകുറിശ്ശിയിലെ ആ പാട്ടുകാരി. മാനം തുടുക്കണ നേരം വെളുക്കണ കാണാൻ കൊതിക്കണ കണ്ണില് തൂവൽ വിരിക്കണ കൂവൽ വിളിക്കണ കാണാൻ തുടിക്കണ നേരില് കണ്ണ് കണ്ണ് തണ്ണ് കണ്ണ് കണ്ണ് താനന്നാനാ കണ്ണ് കണ്ണ് തണ്ണ് കണ്ണ് കണ്ണ് താനന്നാനാ. കണ്ണ് കണ്ണ് തണ്ണ് കണ്ണ് കണ്ണ് താ
താനന്നനാനാ തക്കണ്ണ കണ്ണ് തണ്ണ കണ്ണ് കണ്ണ് താനന്നനാനാ വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സാർ താങ്ക് യു സെബാമൂൺ, ഹസ്ന ആൻഡ് ദേവനന്ദ. വെരി ഗുഡ്. ഒടിയന് ഇഷ്ടായോ പാട്ട്? കുടിയന് ഓരോ പാട്ടും ഓരോ ഓർമ്മയാണ് മകളെ. ഓക്കെ. ഈ പാട്ടിൽ ഒടിയന്റെ ഓർമ്മ എന്താ? ഈ പാട്ടിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് അപ്പൂപ്പൻ താടിയാ. കണ്ടിട്ടുണ്ടോ അപ്പൂപ്പൻ താടി? മൂവിയുടെ ആ വീഡിയോ സോങ്ങിലില്ലേ ചേച്ചിയുടെ ഇടയ്ക്ക് ഒടിയൻ വന്നിങ്ങനെ അപ്പൂപ്പൻ താടി ഇങ്ങനെ ഇടുമ്പോ ചേച്ചി ഇങ്ങനെ അതുപോലെ ഞാൻ എപ്പോഴും വിചാരിക്കും നമുക്ക് ഈ ഗ്രാവിറ്റി ഇല്ലാതെ ഈ അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറന്നു നടക്കാൻ പറ്റുമെന്ന്. പണ്ട് പട്ടം എന്റെ പൂജപ്പുരയുള്ള വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു പറമ്പായിരുന്നു, വലിയ പറമ്പായിരുന്നു. അവിടെ ഇപ്പൊ ഹിന്ദുസ്ഥാൻ ലേറ്റക്സിന്റെ ഹെഡ് ഓഫീസാണ് ഉള്ളത്. അതിന്റെ അപ്പുറത്ത് ആ പറമ്പിനപ്പുറത്ത് പൂജപ്പുര പോലീസ് സ്റ്റേഷൻ. അപ്പൊ തൊട്ടടുത്താണ് എന്റെ വീട്. എന്റെ ചേട്ടനും ഞാനും കൂടി അവിടെ പട്ടം പറത്തുമായിരുന്നു ഈ പറമ്പിൽ. അപ്പൊ അങ്ങനെയാണ് പട്ടം പറത്തുന്നത് കാണുന്നതും ഈ പട്ടത്തിനെ പോലെ പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഓർത്തതും. അപ്പൊ ഈ പാട്ടിന്റെ സിറ്റുവേഷൻ ഇതിന്റെ ഡയറക്ടർ ശ്രീമാർജി പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പട്ടമാണ് ഓർമ്മ വന്നത്. ഈ പാട്ടിൽ നമ്മളിങ്ങനെ കണ്ണടച്ച് ശ്രദ്ധിച്ചാൽ ഒരു പട്ടം ഇങ്ങനെ പറന്നു പോകുന്ന പോലെ തോന്നാം. അതാണ് എൻ്റെ മ്യൂസിക്കൽ ആറ്റിറ്റ്യൂഡ് ഈ പാട്ടിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ മോളത് ആ പട്ടം പറത്തൽ ഇവിടെ കൊണ്ടുവന്നത് വളരെ സന്തോഷമായിരുന്നു. താങ്ക് യു സാർ. മാത്രമല്ല അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ ഈ പറമ്പില്ലേ, ആ പറമ്പിന്റെ ജസ്റ്റ് മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിന്റെ അവിടെ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ അക്കാലത്ത് പറ്റിയ ആൾക്കാരാണ് ലാലേട്ടൻ, പ്രിയദർശൻ ചേട്ടൻ, അയ്യോ, അതുപോലെ ഞാൻ ഹരിചേട്ടൻ എന്ന് വിളിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീകാന്ത്, അശോകൻ ചേട്ടൻ, ഇവരൊക്കെ അവിടെ ഉണ്ടാവും. ഒരു എവർഗ്രീൻ ബസ് സ്റ്റോപ്പ്. ഒരു എവർഗ്രീൻ ബസ് സ്റ്റോപ്പ് ആയിരുന്നു അത്, സംശയമില്ല. ആ ബീനിങ്ങിൽ താക്കണക്കണ പാടിയില്ലേ, അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ താക്കണക്കണക്ക് കുറച്ച് മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത പോലെ തോന്നി. ഇങ്ങനെ മസിൽ ഒന്ന് പൂർണ്ണമായിട്ട് വിട്ടിട്ട് ഒന്ന് പാടിയ ഈ പാട്ട് ഒരുപാട് പ്രോട്ടീൻ കുടിച്ച പോലെ ഉണ്ട്. അത്രയും വേണ്ട, കുറച്ച് കുറച്ച് ജിമ്മി പോയത്. ജിമ്മി പോയ ജിമ്മിൽ പോയി. കണ്ണ് കണ്ണ് തണ്ണ് കണ്ണ് കണ്ണ് താനന്നനാനാ കണ്ണ് കണ്ണ് തണ്ണ് കണ്ണ് കണ്ണ് താനന്നനാനാ. ബെറ്റർ ആണ്. അതുപോലെ ഇങ്ങനെ ഓരോ അക്ഷരമായിട്ട് തക്കിണക്കിണ് തണക്കിണക്കിണ്. ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ഗാനമേള പ്രോഗ്രാം നടക്കുമ്പോഴാണ് അയാൾ വന്ന് ഈ തണക്കിണക്കിണെന്ന് പറഞ്ഞാൽ തണുത്തുകൊണ്ടാണോ ഇങ്ങനെ തണക്കിണക്കിണെന്ന് പാടിയത്? അപ്പൊ ഞാൻ പറഞ്ഞു ആർക്കും ഇവിടെ തണുത്തില്ല, ഒടിയൻ ഹോട്ട് ആണെന്ന് പറഞ്ഞു. അതല്ല, ആ വീഡിയോയില് ചേച്ചി ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടിരിക്കുമ്പോഴല്ലേ ഈ ലൈൻ വരുന്നത്. തണുത്തുകൊണ്ടാണ്, വിറച്ചിട്ടാണ് തണുക്കിണക്കിണ്. പിന്നെ ഈ പല്ലവിയുടെ ഒരു ഡൈനാമിക്സ് കുറച്ചും കൂടെ മനസ്സിലായാൽ നന്നായിട്ട് പാടാൻ പറ്റും. അങ്ങനെ അവിടെ ഡൈനാമിക്സ് വന്നതാണ്. മാനം തുടുക്കണ നേരം മാനം തുടുക്കണ നേരം വെളുക്കണ കാണാൻ കൊതിക്കണ ഒരു ശ്വാസത്തിൽ വരണം. മാനം തുടുക്കണ നേരം വെളുക്കണ കാണാൻ കൊതിക്കണ കണ്ണില്. സബാഷ്. Yes, yes. തണം 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 അങ്ങനെയില്ലേ ചരണത്തിന്റെ എങ്കില്? അതൊന്ന് ക്രഷൻഡോ ആയിട്ട് പാടാൻ പറ്റുമോ? തണം 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 കുറച്ചും കൂടെ സ്വൽ. തണം 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 തണം. അങ്ങനെ വന്നാൽ Yes, yes. കുറച്ചുകൂടെ നന്നായിരിക്കും. ആ മേലുള്ള പോർഷനിൽ ആ സംഗതിയൊക്കെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ആവണി എന്തോ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ. താങ്ക് യു സാർ. MJ അങ്കിൾ, ഈ പാട്ട് നമ്മുടെ കേരളത്തിലാണോ റെക്കോർഡ് ചെയ്തത്, അത് വേറെ എവിടെയെങ്കിലാണോ? ചേച്ചി ഇവിടെ വന്ന് പാടിയതാണോ? ഇത് നമ്മുടെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെന്നൈയിലാണ് ചെയ്തത്. ഇത് പ്രോഗ്രാം ചെയ്തത് എന്റെ ഒരു പ്രിയപ്പെട്ട അനിയനാണ്, ആന്റണി എന്ന് പറയും. മാവലസ് പ്രോഗ്രാമറാണ്. പിന്നെ ശ്രേയയുടെ വോയിസ് റെക്കോർഡ് ചെയ്തത് മുംബൈയിലാണ്, അരവിന്ദ് ഓഡിയോ ഗറാഷ് എന്ന് പറഞ്ഞത്. അവിടെയാണ് സ്ഥിരമായിട്ട് ഞാൻ എന്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാം. ശങ്കർജിയുടെ വോയിസും അവിടെയാണ് റെക്കോർഡ് ചെയ്തത്. അതോ അങ്കിൾ? ഒടിയന്റെ കഴിഞ്ഞ് മടിയൻ പറയാം. അതെ, Okay. അത് point.
അത് കഞ്ഞി എടുക്കട്ടാ. പഴങ്കഞ്ഞാണ് ഇഷ്ടം. അപ്പൊ ആവണിക്കുട്ടി, എന്തോ സാർ? തേങ്കുറിശ്ശിയിലെ ആ പെൺകുട്ടി ഗായിക അല്ലേ? പാട്ട് വളരെ ഇഷ്ടപ്പെട്ട പാടിയെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് വളരെ ഇഷ്ടമല്ലേ പാട്ട്? പിന്നെ ഈ സിനിമയിൽ തന്നെ വേറെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ അതെ പാട്ട്. ആ പാട്ട് അതെ, ഭയങ്കര സുദീപ് ഇഷ്ടാ. പാടിയത്. ആ ലാലേട്ടൻ പാടിയ പാട്ടുണ്ട് അല്ലേ? ഉണ്ട് ആ ഒരു പാട്ട്. ഉം. അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇത് നമ്മൾ ചെന്നൈയിലാണ് കമ്പോസ് ചെയ്യുന്നത്. ഇപ്പൊ ലാലേട്ടൻ പാട്ട് കേൾക്കാനായിട്ട് വന്നിരുന്നു. ആ, നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ ഇരുന്ന് തൊട്ടടുത്തിരുന്ന് ഈ പാട്ട് പാടി കൊടുക്കണമെന്നൊക്കെ ഓർമ്മയുണ്ട്. ഓ അത് ശരി. അതുപോലെ ആന്റണി പെരുമ്പാവൂർ ചേട്ടനാണ് പ്രൊഡ്യൂസർ. ആ, ആ. അപ്പൊ എല്ലാവരെയും ഈ സമയത്ത് ഓർക്കാണ്. Yes. അപ്പൊ എന്തായാലും എനിക്കും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ആണ്. താങ്ക് യു നല്ല സാർ. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. താങ്ക് യു. അപ്പൊ ഇന്നും എനിക്ക് ആ ഹൈ പിച്ച് പോർഷൻസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ബേസിൽ കുറച്ച് ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നി. അനുപല്ലവി ബീജി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത് കുറച്ചുകൂടി ശ്രുതിയിലേക്ക് ലയിക്കാനുണ്ടായിരുന്നു എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇമ്മ മിഴിക്കണ കണ്ണിലെ കരി പരത്തണ് കുറച്ച് ശ്രുതി ചേരണമെന്ന് എനിക്ക് തോന്നി. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നന്നായിരുന്നു. നല്ല ഇംപ്രൂവ്മെന്റ് ഇപ്പൊ പറഞ്ഞില്ലേ അതുണ്ട്. പിന്നെ ആ ഡൈനാമിക്സ് വന്നാലും നന്നായിരുന്നു. അത് പാടിപ്പിച്ചു. പക്ഷെ മിടിക്കുകയാണ്. താങ്ക് യു സാർ. നല്ലൊരു വോയിസിന്റെ ഉടമയാണ്. അതൊരു നല്ല സിനിമയിൽ പാടാൻ പറ്റുന്ന ഒരു വോയിസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അത് എങ്ങനെ പാടാതിരിക്കും? ഓടിയന്റെ കുട്ടിയല്ലേ? മാത്രമല്ല തേൻകുറിശ്ശിന്ന് സ്പെഷ്യൽ ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവണിക്കുട്ടി എന്തൊരു ഇംപ്രൂവ്മെന്റാ. ഈ തേൻകുറിശ്ശി ഒന്നുകൊണ്ടാണോ തേൻ പോലത്തെ ശബ്ദം കിട്ടിയത്? ആയിരിക്കും. ഓടിയന്റെ അടുത്ത് ചോദിക്കാം. ആണോ ഓടിയ? ആണല്ലോ. ആണ്. ഞാനും വരാം തേൻകുറിശ്ശിയില് കുറച്ച് പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ. നല്ല ബ്യൂട്ടിഫുൾ വോയിസ്. ഈ പാട്ട് പാടുമ്പോ എനിക്ക് ആവണിക്കുട്ടീനെ കേൾക്കാനുണ്ടായിരുന്നു. സോ എന്താ പറയാ, എനിക്ക് അത് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്റെ ഫേവറേറ്റ് പാട്ടുമാണ്. മാർക്ക് വേണ്ടേ? മാർക്ക് വേണ്ടേ? ലാലേട്ടന് അതുപോലെ ആവാൻ പറ്റൂല. എനിക്ക് മിമിക്രി എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് വരൂല. പക്ഷെ മനസ്സിലായി എനിക്ക്. മനസ്സിലായോ? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, കുടഞ്ഞായിട്ട് ഇപ്പൊ ലാലേട്ടൻ ചെയ്യാൻ പറ്റുമായിരിക്കാം, പിന്നെ കമൽ സാറിന് ചെയ്യാൻ പറ്റുമായിരിക്കും, പിന്നെ നസീർ സാറിന് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് മറ്റേ ഇതല്ലേ, അഭിരാമി. പിന്നെ നസീർ സാറിന്റെ പോലെ അങ്ങനെയെങ്കിൽ MJ sir, try, come on. അത് ടെറിഫിക് ആവൂല. അപ്പോ ആവണിക്കുട്ടിക്ക് ഇന്ന് മാർക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോ 98 ആയിരിക്കും. പക്ഷേ ഇംപ്രൂവ്മെന്റ് അല്ലേ, അതും കൂടെ ചേർത്ത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.5 on 100 today. ആവണിക്കുട്ട, all the best. താങ്ക് യു ചേച്ചി. Bye-bye, good night. ഗുഡ് നൈറ്റ് സാർ. ടാറ്റാ. ശിവമല്ലിപ്പൂവേ ഇന്നെന്റെ കോപം കുളിരോലും കാറ്റേ ഇനി എന്റെ മൗനം. അമൃതക്കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ആര്യ ചേച്ചി, വെൽക്കം. അതെ, കന്മദം പൂക്കും അമൃതക്കുട്ടിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. Congratulations. താങ്ക് യു. Keep up the good job. താങ്ക് യു. Beautiful. മിടുക്കിട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ആര്യക്കുട്ടി, താങ്ക് യു അമൃതക്കുട്ടി. ബൈ ബൈ. ബൈ. ഗുഡ് നൈറ്റ്. Good night. ഇനി എന്റെ മൗനം. നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒത്തിരി നല്ല പാട്ടുകൾ കേട്ടു, കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ വീണ്ടും കാണും ഇതേ സമയത്ത്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.